ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജബ്രിറ്റിൻ്റെ കൺസീൽഡ് ഫ്ലഷ് നമുക്ക് കൺസീൽ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്തും വെക്കാവുന്ന രീതിയിലുള്ള ഫ്ലഷാണ് പരിചയപ്പെടുന്നത്. അതിൻ്റെ MRP ആണ് കാണുന്നത്. കണ്ടോ, നിങ്ങൾ കാണുന്ന പോലെ തന്നെ 9850 രൂപയാണ് അതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതിൽ നിന്ന് ചെറിയൊരു ഡിസ്കൗണ്ട് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ജബ്രിറ്റ് കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്. നമ്മൾ കുറേ വെച്ചിട്ടുണ്ട്. വലിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് എല്ലാത്തിനെ അപേക്ഷിച്ച്. എന്നാൽ നമുക്ക് ഫിറ്റ് ചെയ്യുന്നതിനും കാര്യങ്ങളൊക്കെ എല്ലാം വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു. വാൽവ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് താനും. അതിൽ നിന്ന് വരുന്ന അതിൻ്റെ ഫിറ്റിങ്സുകളാണ് കമ്പനി തരുന്ന ഫിറ്റിങ്സുകൾ. അതിൻ്റെ ബുഷ്, അതിൻ്റെ ലൂബ്രിക്കൻറ്റ്, അതുപോലെ തന്നെ ഏറ്റവും ഫ്രണ്ടിൽ വയ്ക്കുന്ന ടൈലിന് ഫിനിഷിംഗ് ആയിട്ട് വയ്ക്കുന്ന അതിൻ്റെ ആ ജബ്രിറ്റ് എന്ന് പറയുന്ന ചെറിയൊരു ബോക്സ്, അത് നമ്മൾ കട്ട് ചെയ്ത് അവസാനം ഫിനിഷിംഗ് തരുന്ന സമയത്ത് നമ്മളത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. ഇത് ഉറപ്പിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത്. അതായത് കൺസീൽഡ് ഫ്ലഷ് നമ്മൾ എവിടെയാണ് നമ്മൾ ക്ലോസറ്റ് വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ അതിൻ്റെ സെൻറ്റർ ചെയ്തിട്ട് വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾ ഒരു 4 ഇഞ്ച് പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങൾ കാണാൻ സാധിക്കും. ഈ മോഡൽ എന്ന് വെച്ചാൽ ഏകദേശം 2 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ചേ പ്രൊജക്ഷനുള്ളൂ. ബാക്കി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈല് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ആദ്യമേ തന്നെ നമ്മൾ ഈ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ജബ്രിറ്റിൻ്റെ ആ സ്ക്വയർ പ്ലേറ്റ് ഉണ്ട്, അത് അതിൻ്റെ ഫ്രണ്ടിലാണ് വരുന്നത്. അതായത് അതിൻ്റെ അകത്താണ് വാൽവ് കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നീട് നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ടൈല് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സ്വിച്ചിൻ്റെ ഭാഗം വരുന്നുണ്ട്. അവിടെ നമുക്ക് ഏത് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ ഫ്ലഷ് ൻ്റെ ഔട്ട് വരുന്നത്. അതുപോലെ തന്നെ 2 ബോൾട്ട് കണ്ട് നിങ്ങൾ കണ്ടില്ലേ, അതിലാണ് നമ്മുടെ ക്ലോസറ്റ് ഉറപ്പിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ഷൻ ജസ്റ്റ് കാണിച്ചു തരാം. ജസ്റ്റ് അതിൻ്റെ പ്രൊജക്ഷൻ ഏകദേശം ഒരു 4 ഇഞ്ച് 6 ഇഞ്ച് റേഞ്ചിലേക്കാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ വാൽവ് സിസ്റ്റം വരുന്നത്. കണ്ടോ, ഈ ലെവലിൽ തന്നെ നമുക്ക് കൈകളിട്ട് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. അതായത് നമ്മുടെ സ്ക്വയർ ആ കട്ടിങ് വരുന്ന അവിടെയാണ് നമ്മൾ സ്വിച്ച് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ വലിയ സ്വിച്ചും ചെറിയ സ്വിച്ചും വരുന്നത്. ഇതിൻ്റെ വാൽവുകളെല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുകൂടെ കൈയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. ഇതാണ് അതിൻ്റെ അകത്ത് വരുന്ന ഫ്ലഷ് വാൽവ് വരുന്നത്. ഫ്ലഷ് വാൽവ് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈ കിടക്കാവുന്ന രീതിയിൽ അതിൻ്റെ അകത്തുകൂടെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ അത് മാറ്റുന്നതിനും വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ടൈലിൻ്റെ ഉള്ളിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഒരിക്കലും ആവശ്യമില്ല. കാരണം വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. പിന്നെ ഇതിലൂടെ നമ്മൾ PVC പൈപ്പാണ് ഇതിൻ്റെ ഇന്നിട്ട് കൊടുക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു വാൽവ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണം. എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് ബാത്റൂം മൊത്തം ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാത്റൂമുകളെല്ലാം നമുക്ക് കുളിക്കുന്ന ഏരിയ, വാഷ് ബേസിൻ്റെ ഏരിയ എല്ലാം ഉപയോഗിക്കാം. അതുപോലെ നമ്മുടെ ക്ലോസറ്റിൻ്റെ ഏരിയ, ഷവറിലേക്കുള്ള വാൽവ് സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് കൊണ്ട് നമുക്ക് ബാത്റൂം ഉപയോഗിക്കാണ്ടിരിക്കേണ്ട അവസ്ഥ വരുന്നില്ല. നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും കണ്ടോ, അതായത് നമ്മൾ കോൺക്രീറ്റും കാര്യങ്ങളും അതുപോലെ ടൈലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പരിക്കനാവാതിരിക്കാനും തുരുമ്പാവാതിരിക്കാനും വേണ്ടി കമ്പനി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഏത് ക്ലോസറ്റാണോ വാങ്ങിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന 2 നോബുകളും കൂടി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം പല ക്ലോസറ്റും പല അളവുകളാണ് വരുന്നത്. ഇനി ഇത് എങ്ങനെ ഉറപ്പിക്കുക, അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്, ഫ്ലോർ ലെവൽ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ അറിയണമെന്ന് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.